പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഇന്നത്തെ റോ എപ്പിസോഡിൽ വളരെ എൻ്റർടൈനിങ്ങും രസകരവുമായി തോന്നിയ ഒരു സെഗ്മെൻറ്റ് ലിക് മോർഗൻ ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ സ്റ്റോറി ലൈൻ തന്നെയായിരുന്നു. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഒരു ക്ലബ് ഹൗസിൽ ഇവരുടെ ഒരു ഡിസ്കഷൻ നടക്കുന്നതിന് ഇടയിൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോ അദ്ദേഹത്തിൻ്റെ വെസ്റ്റ് കാണാൻ ഇല്ല എന്നുള്ളൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വെസ്റ്റ് കണ്ടോ എന്നുള്ളതും ഡൊമിനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നടന്ന വുമൻസിൻ്റെ MITB ക്വാളിഫയർ മത്സരത്തിൽ ഡൊമിനിക്കിൻ്റെ വെസ്റ്റ് ധരിച്ചുകൊണ്ട് ലിപ് മോർഗൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ വെസ്റ്റ് ലിപ് മോർഗൻ്റെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളത് ഡൊമിനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് കാർലിറ്റോ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള സിംഗിൾസ് മത്സരത്തിൻ്റെ ഇടയിലും ലിപ് മോർഗൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലിപ്വിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഡൊമിനിക്ക് ശ്രമിക്കുന്ന ഒരു സമയത്ത് സെലീന വെഗ വന്നിട്ട് ലിപ്വിനെ ആക്രമിക്കുന്നുണ്ട്. പിന്നീട് LWO ജഡ്ജ്മെൻറ്റ് താരങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കും കാര്യങ്ങൾ നയിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് കാർലിറ്റോ മത്സരത്തിൽ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ലിപ് മോർഗനെ ഡൊമിനിക്ക് കണ്ടുമുട്ടുന്നുണ്ട്. ആ വെസ്റ്റ് ഊരിത്തരാൻ ലിപ്വിനോട് ഡൊമിനിക്ക് ആവശ്യപ്പെടുന്നു. നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ നീ തന്നെ ഇത് ഊരിയെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിൽ അത് ജിബ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് അത് പൂർണ്ണമായി ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ഡൊമിനിക്കിൻ്റെ ഒരു മൊമെൻറ്റ് അവിടേക്ക് പിന്നീട് ഡെമിൻ പ്രീസ്റ്റ് കയറി വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഡെമിൻ പ്രീസ്റ്റ് നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡൊമിനിക്ക് പറയുന്നുണ്ട് തൻ്റെ വെസ്റ്റ് ഇപ്പോഴാണ് കണ്ടുകിട്ടിയത്, അത് ലിവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. പെട്ടെന്ന് അത് ഊരി വാങ്ങി ഡൊമിനിക്ക് ആ ഒരു രംഗത്തിൽ നിന്ന് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ഡെമിൻ പ്രീസ്റ്റ് ലിവിനോട് പറയുന്നുണ്ട് നീ ആ പാവത്തിനെ വിട്ടോ, നിനക്ക് അവനിൽ നിന്ന് ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ലിവ് കൊടുക്കുന്ന മറുപടി എനിക്ക് അവനിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിവ് ഡൊമിനിക്കിനെ ഒരിക്കലും വിടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഡെമിൻ പ്രീസ്റ്റിൻ്റെ മുഖത്ത് നോക്കി തറപ്പിച്ചു പറയുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ലിപ് മോർഗൻ്റെ ആ ഒരു ടാർഗറ്റ് വളരെ കൃത്യമാണ്. ലിപ് മോർഗൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റിയ റിപ്ലിയാണ്. റിയ റിപ്ലിയുടെ ഏറ്റവും അടുത്ത റിയ റിപ്ലി ഡോം എന്ന് വിളിക്കുന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ തൻ്റെ വശത്തേക്കാക്കാനാണ് ലിവ് നിലവിൽ ശ്രമങ്ങൾ നടത്തുന്നത്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, എന്നാൽ ഇവർക്ക് തമ്മിലൊരു പ്രണയമൊന്നും ഇല്ല, പക്ഷേ പ്രണയം ഉള്ളതായിട്ട് അവർ ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നു. അതായത് ലിവ് റിയയെ നേരിടുന്ന സമയത്ത് ഡൊമിനിക്ക് തൻ്റെ ഭാഗത്ത് നിൽക്കണം. മാനസികമായും ശാരീരികമായും റിയ റിപ്ലിയെ തളർത്താനാണ് നിലവിൽ ലിവ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഡൊമിനിക്കിനെ വശീകരിച്ചുകൊണ്ട് ഒരു പ്രണയത്തിലാക്കി റിയ റിപ്ലിയെ പൂർണ്ണമായി തകർക്കുക എന്നുള്ള ലിപ് മോർഗൻ്റെ റിവെഞ്ച് ടൂറാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ള വളരെ രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് റോയിൽ നമുക്കിന്നത് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്കിലെ ലാഡർ മത്സരങ്ങളിലെ ക്വാളിഫയർ മത്സരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. 6 റെസ്ലേഴ്സ് വീതമായിരിക്കും മെൻസിൻ്റെയും വുമൻസിൻ്റെയും ലാഡർ മത്സരത്തിൽ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏറ്റുമുട്ടുക എന്നുള്ളത് WWE കൺഫേം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയിൽ ഇയോ സ്കൈ, സെലീന വെഗ, കിയാന ജെയിംസ് തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അടുത്ത റോ എപ്പിസോഡിൽ വുമൻസിൻ്റെ ക്വാളിഫയർ മത്സരത്തിൽ ലൈറ വാൽക്കീരിയ വേഴ്സസ് ഷെയ്ന ബേസ്ലർ വേഴ്സസ് കൈറി സെയിൻ തമ്മിലുള്ള ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി മെൻസിൻ്റെ ക്വാളിഫയർ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ഇവൻറ്റ് മാച്ചിൽ ജെ ഊസോ, ഫിൻ ബെലർ, റെയിൻ മിസ്റ്റീരിയോ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാളിഫൈ നേടുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അടുത്ത റോ എപ്പിസോഡിൽ ബ്രോൺസൺ റീഡ് വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ജാഡ് ഗേബിൾ തമ്മിലുള്ള ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ജാഡ് ഗേബിൾ പങ്കെടുക്കുമോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്മാക്ഡൗണിലേക്കുള്ള ഒരു ക്വാളിഫയർ മത്സരത്തിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മെൻസ് ലാഡർ മത്സരത്തെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടൺ വേഴ്സസ് ടാമ ടോങ്ക വേഴ്സസ് കാർമേലോ ഹെയ്സ് തമ്മിലുള്ള ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയർ മത്സരം, അതുപോലെ തന്നെ ആൻഡ്രാഡെ വേഴ്സസ് കെവിൻ ഓവൻസ് വേഴ്സസ് ഗ്രേസൺ വോളർ തമ്മിലുള്ള മറ്റൊരു ക്വാളിഫയർ മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ക്വാളിഫയർ മത്സരങ്ങളിൽ ഏതാണ് ഈ ശനിയാഴ്ച നടക്കുന്ന സ്മാക്ഡൗണിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ വർഷത്തെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലാഡർ മത്സരങ്ങൾ അതിഗംഭീരമായിരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജാഡ് ഗേബിൾ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റോ ബ്രാൻഡിൽ നിലവിൽ കൃത്യമായിട്ടുള്ള ഒരു പുഷ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ജാഡ് ഗേബിളിന് ആണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ഒരു ആഴ്ച ജാഡ് ഗേബിളിനെ സംബന്ധിച്ച് ഒരു കണ്ടകശനിയാണ്. ആദ്യം ക്ലാഷ് ഓഫ് ദി കാസിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ
ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സാമി സെയിനോട് പരാജയപ്പെടുന്നു. റോ എപ്പിസോഡിൽ ബ്രോൺ സ്ട്രോമിനോട് ദയനീയമായി പരാജയപ്പെടുന്നു. ഓട്ടിസ്, മെക്സിനി ഡുപ്രി, അക്കീറ ടൊസാവ തുടങ്ങിയവർ ജാഡ് ഗേബിളിനെ വിട്ട് ആൽഫ അക്കാദമിയിൽ ജാഡ് ഗേബിൾ ഒറ്റയ്ക്കാക്കി പോകുന്ന ഒരു സിറ്റുവേഷനും നിലവിൽ റോയിൽ ഉണ്ടാകുന്നു. അതിലുപരി മെയിൻ ഇവൻറ്റിൽ അങ്കിൾ ഹൗഡിയുടെ റിട്ടേൺ വൈറ്റ് സിക്സിൻ്റെ ഡെബ്യൂവിൽ അവർ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ജാഡ് ഗേബിളിനെ ആയിരുന്നു. ജാഡ് ഗേബിളിനെ മരിച്ച ഒരു നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കുമോ അടുത്തത് എന്നുള്ള ഒരു സംശയം ഉടലെടുത്തിട്ടുള്ള അത്തരത്തിലുള്ളൊരു ആക്രമണമാണ് ഇന്നത്തെ റോയുടെ മെയിൻ ഇവൻറ്റിൽ വൈറ്റ് സിക്സ് ജാഡ് ഗേബിളിന് എതിരെ നടത്തിയിരിക്കുന്നത്. ജാഡ് ഗേബിൾ നെറ്റി പൊട്ടി ചോര വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ജാഡ് ഗേബിൾ അനങ്ങുന്നത് പോലും നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ജാഡ് ഗേബിളിൻ്റെ ഭാവി എന്ത് എന്നുള്ള വലിയൊരു ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട്. അടുത്ത റോ എപ്പിസോഡിലെ മണി ഇൻ ദ ബാങ്ക് ക്വാളിഫയർ മത്സരത്തിൽ ജാഡ് ഗേബിളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ജാഡ് ഗേബിളിനെ ഇപ്പോൾ മാറ്റി നിർത്താനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ഒരു ഹീൽ റെസ്ലറായ ജാഡ് ഗേബിളിനെ ഒരു ഹീൽ ഫാക്ഷനായ വൈറ്റ് സിക്സ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അടുത്ത റോയിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ജാഡ് ഗേബിളിന് ഇപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കി, അദ്ദേഹം പുതിയൊരു കോൺട്രാക്റ്റ് WWE സൈൻ ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തേക്ക് വിട്ടത്. പുതിയൊരു കോൺട്രാക്റ്റ് പുതുക്കിയ ഉടനെ തന്നെ ജാഡ് ഗേബിളിൻ്റെ കരിയർ ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നതായിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ജാഡ് ഗേബിളിൻ്റെ ഫ്യൂച്ചർ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ റിംഗ് വർക്കും അതികിടിലമാണ്. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ എച്ച് ഒരിക്കലും ജാഡ് ഗേബിളിനെ ഒരു ജോബർ കണക്കിന് കാണിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ജാഡ് ഗേബിൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അങ്കിൾ ഹൗഡി ഫാക്ഷനെതിരെ ജാഡ് ഗേബിൾ എങ്ങനെ പോരാടാൻ ആണ് തീരുമാനിക്കുന്നത്? ഇനി അഥവാ ജാഡ് ഗേബിൾ എന്ന ക്യാരക്ടറിനെ മാറ്റി മറ്റൊരു ക്യാരക്ടറിലൂടെ ജാഡ് ഗേബിളിനെ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറേയധികം സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടറിനോട് അനുബന്ധിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ്. അങ്കിൾ ഹൗഡിയുടെ ആ ഒരു മുഖം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയത്ത് അങ്കിൾ ഹൗഡിയുടെ കയ്യിൽ എന്താണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ബ്രേവേറ്റിൻ്റെ പോലെ ഹെർട്ട്, ഹീലി എന്നുള്ള 2 ഗ്ലൗസ് ആണോ അങ്കിൾ ഹൗഡി ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഗ്ലൗ മാത്രമാണ് അങ്കിൾ ഹൗഡി അവിടെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു ഫാക്ഷൻ കൊണ്ടുവരുന്നത് ബ്രേവേറ്റിൻ്റെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. തങ്ങളുടെ ലീഡർ ബ്രേവേറ്റ് ആണ് എന്നുള്ളതാണ് അവർ ആ ഒരു ഗ്ലൗവിൽ ബ്രേ എന്ന് എഴുതിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രേ നൽകുന്ന മെസ്സേജിന് അനുസരിച്ച് വൈറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്കിൾ ഹൗഡിയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും സഹോദരൻ തുടങ്ങി വെച്ച ആ ഒരു സ്റ്റോറി പൂർത്തിയാക്കാൻ താൻ തന്നെ മുന്നോട്ട് വരണമെന്നുള്ള ബോ ഡയലസിൻ്റെ ആ ഒരു തീരുമാനം അത് WWE ആരാധകർ ഇതിനോടകം തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കർ എന്ന യുവ താരത്തെ സംബന്ധിച്ചാണ്. ഇതിനോടകം തന്നെ റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു പോയിൻ്റാണ് ബ്രോൺ ബ്രേക്കറിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പീഡ്, പവർ ഹൗസ് ലുക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാമിന, ഇതെല്ലാം ബ്രോൺ ബ്രേക്കറെ ഭാവിയിലെ WWE വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ഒരു തലത്തിലേക്കാണ് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. നിലവിൽ ഇതാ ടൈറ്റിൽ പിക്ചറിലേക്കും ബ്രോൺ ബ്രേക്കർ ഇന്നത്തെ റോയിലൂടെ കയറി വന്നിരിക്കുന്നു. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെയിൻ ഇനി ജാഡ് ഗേബിളിനെതിരെ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു എതിരാളിയായി കയറി വന്നിരിക്കുന്നത് ബ്രോൺ ബ്രേക്കറാണ്. എന്നാൽ ബ്രോൺ ബ്രേക്കറിൻ്റെ വഴി മുടക്കാൻ വേണ്ടി അവിടേക്ക് ലെജൻഡറി താരമായ ഷെയ്മസ് കയറി വരുന്നു. ഷെയ്മസും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം അവർ റോയിൽ കൺഫേം ചെയ്യുന്നു. മത്സരം അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു. മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ലുഡ്വിഗ് കൈസർ വന്ന് ഷെയ്മസിനെ ആക്രമിക്കുന്നത്. അതിനുശേഷം ഷെയ്മസിനെ മാത്രം ആക്രമിച്ച് ലുഡ്വിഗ് കൈസർ അത് അവസാനിപ്പിക്കുമെന്ന് നമ്മളെ തോന്നിപ്പിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് ബ്രോൺ ബ്രേക്കർ അപ്രതീക്ഷിതമായി നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ വന്നിട്ട് ഒരു സ്പിയർ ലുഡ്വിഗ് കൈസറിനെയും ഇടുന്നുണ്ട്. അപ്പോൾ സ്പിയർ എന്ന് പറയുന്ന മൂവ് നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് ബ്രോൺ ബ്രേക്കർ ആണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഗോൾഡ്ബർഗൊക്കെ പറയുന്ന പോലെ നീയാണ് എൻ്റെ അടുത്ത എതിരാളി എന്നുള്ളൊരു രീതിയിലാണ് സാമി സെയിനോട് ബ്രോൺ ബ്രേക്കർ ആ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നത്. കൂടാതെ സാമി സെയിനെ പുഷ് ചെയ്തുകൊണ്ട് സാമിയുടെ അടുത്ത എതിരാളി ബ്രോൺ ബ്രേക്കർ ആയിരിക്കും എന്നുള്ളതും അദ്ദേഹം ഉറപ്പിക്കുന്നത് നമുക്കിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ പിക്ചറിലേക്ക് കടന്നിരിക്കുന്നു. ബ്രോൺ ബ്രേക്കർ ചാമ്പ്യൻ ആകുകയാണെങ്കിൽ ബ്രോൺ ബ്രേക്കറിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല. സാമി സെയിനെതിരെ ബ്രോൺ ബ്രേക്കർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ ബ്രോൺ ബ്രേക്കർ തന്നെയാണ് വിജയിക്കാൻ സാധ്യത. അത്തരത്തിലാണ് ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെതായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബ്രോൺ ബ്രേക്കർ എന്ന താരത്തിൻ്റെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.